ഈ സമയം കണ്ണനാണെങ്കിൽ തൻ്റെ പ്രണയം പൂവണിഞ്ഞ സന്തോഷത്തിൽ തൻ്റെ പെണ്ണിനെ സ്വീകരിക്കാനുള്ള തിരക്കിൽ പെട്ടെന്ന് ഫ്രഷായി റൂമിൽ കിച്ചുവിനെ കാത്തിരിക്കുകയാണ്. അവർ തറവാട്ടിൽ നിന്ന് അമ്പാട്ടെത്തിയതേ ഉള്ളൂ. പാറു കിച്ചുവിൻ്റെ കയ്യിൽ പാലും കൊടുത്ത് കണ്ണൻ്റെ റൂമിൻ്റെ അടുത്തെത്തി. പാറു ചേച്ചി, കിച്ചുവിൻ്റെ വിളിയാണ്. എന്തേ കിച്ചോ? ഞാൻ പാറു ചേച്ചിയുടെ കൂടെ ഇന്ന് കിടക്കട്ടെ? ആ, അതാപ്പോൾ നന്നായേ. എന്നിട്ട് വേണം കണ്ണൻ എന്നെ പിടിച്ച് അലക്കാൻ. ഒന്ന് പോ പെണ്ണേ, എൻ്റെ ഗോപിയേട്ടൻ എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും. പാറു ചിരി മറച്ചു പിടിച്ച് കൊണ്ട് പറഞ്ഞു. കിച്ചു ദയനീയമായി പാറുവിനെ നോക്കി. പാറു കണ്ണടച്ചു കാണിച്ചു. അവളെ കണ്ണൻ്റെ മുറിയിലേക്ക് കയറ്റി ഡോർ അടച്ചു. അടച്ച ഡോറിലേക്ക് നോക്കി തിരിഞ്ഞ കിച്ചു കാണുന്നത് ഒരു ഷോർട്ട് മാത്രം ധരിച്ച് നിൽക്കുന്ന കണ്ണനെയാണ്. കിച്ചു വേഗം കണ്ണുകൾ മാറ്റി. പാൽ ടേബിളിൽ വെച്ച് കട്ടിൽ കയറി പുതപ്പും തലയിൽ മൂടി ഒറ്റ കിടപ്പായിരുന്നു. ഇത് കണ്ട കണ്ണൻ ഒരു പുഞ്ചിരിയോടെ കിച്ചുവിൻ്റെ അടുത്ത് വന്ന് പുതപ്പിൻ്റെ ഉള്ളിലൂടെ കയറി അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു. കുഞ്ഞാ, കണ്ണൻ കിച്ചുവിനെ വിളിച്ചു. അവൾ മൂളി. ഉറങ്ങിയോ? ആ. നന്നായി ഉറങ്ങിയോ? ആ. എന്നും രാത്രി കൊടുക്കുന്ന കിസ് കിട്ടിയില്ലല്ലോ? ഞാൻ കൊടുത്തു. എന്നിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ? അത് ഞാൻ മനസ്സിൽ കൊടുത്തു. ഇനി എന്തിനാ മനസ്സിൽ കൊടുക്കുന്നത്? ഞാൻ അടുത്തില്ലേ? വേണ്ട. എന്നിട്ട് വേണം എന്നെ ശ്വാസം മുട്ടിക്കാൻ, കിച്ചു പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. പാല് കുടിക്കണ്ടേ കിച്ചു? ഞാനൊരു സിപ്പ് നേരത്തെ കുടിച്ചു കണ്ണേട്ടാ. ഇനി കണ്ണേട്ടൻ കുടിച്ചു കിടന്നു. ഓ. അതും പറഞ്ഞ് കണ്ണൻ തിരിഞ്ഞു കിടന്നു. കണ്ണൻ്റെ അനക്കമൊന്നും കാണാഞ്ഞപ്പോൾ കിച്ചു മെല്ലെ പുതപ്പ് തലയിൽ നിന്ന് മാറ്റി. കണ്ണൻ തിരിഞ്ഞു കിടക്കുകയാണ്. കിച്ചു അവൻ്റെ സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്നു. കട്ടിലിൽ ഇളക്കം മനസ്സിലാക്കിയ കണ്ണൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കിച്ചു അവൻ്റെ നഗ്നമായ വയറിലൂടെ കൈയിട്ട് അവൻ്റെ പുറത്ത് മുഖം പൂഴ്ത്തി അങ്ങനെ കിടന്നു. കണ്ണൻ മെല്ലെ അവളുടെ സൈഡിലേക്ക് ചെരിഞ്ഞു കിടന്നു. കിച്ചു അവൻ്റെ രോമാവൃതമായ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ശ്വാസം ആഞ്ഞു വലിച്ച് അവനെ ഇറുകെ പുണർന്നു. കണ്ണൻ അവളുടെ തലയിൽ തലോടി കൊടുത്തു. ഏട്ടൻ്റെ കുഞ്ഞാ, ക്ഷീണമുണ്ടോ? ഉറങ്ങിക്കോ. അവൻ അവളെ ഇറുകെ പുണർന്നു ഉറക്കത്തിലേക്ക് പോയി. രാവിലെ ആദ്യം ഉണർന്നത് അമ്മുവാണ്. അവൾ തൻ്റെ അരിയിൽ ഉറങ്ങുന്ന യദുവിനെ നോക്കി. അവൻ അമ്മുവിൻ്റെ വയറ്റിലൂടെ കൈയിട്ട് മുഖം അവളുടെ കഴുത്തിൽ പൂഴ്ത്തി ഗാഢമായ നിദ്രയിലാണ്. അമ്മു അവനെ ഉണർത്താതെ മെല്ലെ എഴുന്നേറ്റു. മാറി ഉടുക്കാനുള്ള ധാവണിയുമായി ബാത്റൂമിൽ കയറി. കിച്ചു അമ്മുവും കൂടിയാണ് അവർക്ക് കല്യാണശേഷം ധരിക്കാനുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്തത്. കുളി കഴിഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ വന്നു നിന്നു അമ്മു. നെറുകയിൽ കുങ്കുമം ഇട്ടു. മുടിയിൽ നിന്ന് തോർത്തഴിച്ചെടുത്ത് നന്നായി തോർത്തി ക്ലിപ്പിംഗ് ചെയ്തു. ഫോൺ എടുത്ത് കിച്ചുവിന് ഗുഡ് മോർണിംഗ് സെൻഡ് ചെയ്തു. അത് പതിവുള്ളതാണ്. ഒറ്റട്ടിക്ക് കണ്ടതും അമ്മു ഒന്ന് നെടുവീർപ്പിട്ടു പുറത്തേക്കിറങ്ങി. മുകളിലെ വരാന്തയിലൂടെ അറ്റത്ത് നിന്ന് അമ്മു തൻ്റെ വീട്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് യദു അമ്മുവിനെ ബാക്കിലൂടെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അയ്യോ യദുവേട്ടാ, ആരെങ്കിലും കാണും. അമ്മു വെപ്രാളത്തോടെ യദുവിൻ്റെ കൈക്കുള്ളിൽ തിരിഞ്ഞു നിന്ന്. ആരും കാണില്ല പൊന്ന, അവൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു കൊണ്ട് പറഞ്ഞു. അവളുടെ ചുണ്ടിലേക്ക് ചുണ്ട് അടുപ്പിച്ചു. രണ്ടുപേരും അതിലേക്ക് ലയിച്ചു. ശ്വാസം വിലങ്ങനെ ആയതും ഇരുവരും അതിൽ നിന്നും മാറി ശ്വാസം ആഞ്ഞു വലിച്ചു. കുറച്ചു നേരം അങ്ങനെ ചേർന്നു നിന്നു. പൊന്നാ, യദുവിൻ്റെ വിളി കേട്ട് അമ്മു അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഈ പടിയിലിരുന്ന് എന്നും രാവിലെ നിന്നെ കാണാറുണ്ട്. നീ വല്ലതും അറിയാറുണ്ടോ? വർഷങ്ങളായി എന്നും രാവിലെ ജോഗിങ് കഴിഞ്ഞു ഇവിടെ വന്നിരിക്കും എൻ്റെ പെണ്ണിനെ കണ്ണിറച്ച് കാണാൻ. എന്നിട്ട് യദുവേട്ടനെ ഞാൻ കണ്ടില്ലല്ലോ. അമ്മു അത്ഭുതത്തോടെ യദുവിനെ നോക്കി. എങ്ങനെ കാണാനാ എൻ്റെ പെണ്ണ്? രാവിലെ എൻ്റെ മരങ്കരി പെങ്ങളുമായി കറങ്ങലല്ലേ പണി. നമ്മളെ ഒന്നും ശ്രദ്ധിക്കാൻ പോലും ഇല്ലല്ലോ. യദുവേട്ടനാ കള്ളൻ. യദുവേട്ടൻ എന്നെ കണ്ടാൽ കാണാത്ത പോലെ പോവാറല്ലേ? അമ്മു അവൻ്റെ കവിളിൽ ചുണ്ട് ചേർത്ത് പറഞ്ഞു. യദു അമ്മുവിനെ തന്നിലേക്ക് ഒന്ന് കൂടെ അടുപ്പിച്ചു. അവളുടെ ഗന്ധം ആഞ്ഞു വലിച്ചു. യദുവേട്ടാ, ഞാൻ താഴേക്ക് ചെല്ലട്ടെ? എല്ലാവരും ഉണർന്നു കാണും. കുറച്ചുകൂടെ കഴിയട്ടെ അമ്മൂട്ടി? വേണ്ടാട്ടോ, വിട്ടേ. മുത്തശ്ശിയോട് ചോദിച്ച് അമ്മൻ്റെ അടുത്തേക്കൊന്ന് പോവട്ടെ ഞാൻ. ഏട്ടാ, എൻ്റെ പൊന്നിന് വീട്ടിൽ പോവാൻ എന്തിനാണ് അനുവാദം ചോദിക്കുന്നത്? പോയി കണ്ടിട്ട് വാ. യദു അവളുടെ കവിളിൽ മുത്തി. ഏട്ടൻ കുളിച്ച് ഫ്രഷായി വരാം കേട്ടോ.